ഈ കോഴിക്കോടേക്ക് പോകാം. ഷബീർ ഉമറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഷബീർ, ഗുഡ് മോർണിംഗ്. ഇന്നലെയും നല്ല രീതിയിൽ തന്നെ വേനൽ മഴ കോഴിക്കോടും സമീപ ജില്ലകളിലുമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു തണുപ്പ് ഒരു ഫീൽ, ഒരു നല്ലൊരു കാലാവസ്ഥയിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ടല്ലേ? ദിവ്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും കഴിഞ്ഞ 2 ദിവസമായി ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയാണ് കോഴിക്കോട് ജില്ലയിലുടനീളം, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലും മലയോര മേഖലയിലെല്ലാം തന്നെ ശക്തമായ മഴയാണ് പെയ്തത്. അപ്പോൾ കടുത്ത ചൂടിൽ നേരിയ ആശ്വാസമായിട്ടുണ്ട് തീർച്ചയായും ഈ മഴ. യെസ്, ഇനി വാർത്തകളിലേക്ക് വന്നാൽ ഇന്ന് മലബാർ മേഖലയിൽ നിന്ന് ഇന്ന് പ്രധാന വാർത്തകൾ ഇടം പിടിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഷബീർ? ദിവ്യ, മലബാറിലാകെ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലാകെ വലിയ വാർത്തകൾ വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആ നിലയ്ക്ക് വാർത്താ പ്രാധാന്യമുള്ള സംഭവങ്ങളോ പരിപാടികളോ ഇല്ല. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ചില സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അതിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷുഹൈബിന്റെ MS സൊല്യൂഷൻസിന്റെ CEO ആയിട്ടുള്ള മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറയും. കഴിഞ്ഞ ദിവസം ഈ ഹർജിയുമായി ബന്ധപ്പെട്ട്, ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വാദം പൂർത്തിയായതാണ്. ഇന്ന് വിധിയാണ് പറയാനുള്ളത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പ്രതികൾക്ക്, അതായത് കേസിലെ 2ാം പ്രതിയും 3ാം പ്രതിയുമായിട്ടുള്ള MS സൊല്യൂഷൻസിലെ അധ്യാപകർക്ക് കോഴിക്കോട് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. റിമാൻഡിൽ കഴിയുന്നതിനിടെയാണ് ഇരുവർക്കും ജാമ്യം അനുവദിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് 1ാം പ്രതിയായിട്ടുള്ള ഷുഹൈബ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വിധിയായിരിക്കും ഇന്ന് വരിക എന്നുള്ളത് വ്യക്തമല്ല. ഇന്ന് ഏതാണ്ട് 11 മണിയോടുകൂടി ഈ ഹർജിയിലെ ജാമ്യാപേക്ഷയിലെ വിധി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, ഈ കേസിലെ തന്നെ 4ാം പ്രതിയായിട്ടുള്ള അബ്ദുൽ നാസർ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ്. നേരത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് പൂർത്തിയാവുകയും ചെയ്യും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുമുണ്ട്. മറ്റൊന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് PG ഡോക്ടർമാരുടെ സമരം നടക്കുകയാണ്. ഇന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ന് മുതൽ PG ഡോക്ടർമാർ സമരം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണ്ട് 800ഓളം PG ഡോക്ടർമാരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ളത്. അവർക്ക് കഴിഞ്ഞ മാസത്തെ, അതായത് ഫെബ്രുവരി മാസത്തെ സ്റ്റൈപ്പൻഡ് വിതരണം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജിലെല്ലാം തന്നെ PG ഡോക്ടർമാരുടെ, PG വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻഡ് വിതരണം പൂർത്തിയായെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതുവരെ സ്റ്റൈപ്പൻഡ് വിതരണം നടത്തിയിട്ടില്ല. ഇക്കാരണത്തിലാണ് ഇവർ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ അവർ ഒരു സൂചനാ സമരം നടത്തിയിരുന്നു. ഒപ്പം തന്നെ പ്രിൻസിപ്പലിനെ അടക്കം നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നം അവതരിപ്പിച്ചിരുന്നു. പക്ഷേ നടപടിയില്ല, അല്ലെങ്കിൽ ഈ സ്റ്റൈപ്പൻഡ് ലഭിച്ചിട്ടില്ല. തുടർന്നാണ് ഇന്ന് മുതൽ അവർ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത്. ഏതാണ്ട് 9 മണിയോട് കൂടി ഇവരുടെ സമരം ആരംഭിക്കും. അതേസമയം അത്യാഹിത വിഭാഗങ്ങളെല്ലാം തന്നെ, ലേബർ റൂം ഉൾപ്പെടെ ICU, മറ്റ് എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ളവയെ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 700ഓളം PG വിദ്യാർത്ഥികൾ, PG ഡോക്ടർമാർ ഈ സമരത്തിന്റെ ഭാഗമാകുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, കഴിഞ്ഞ കുറെ കാലമായി വരുന്ന വാർത്തയാണ്, സൗദിയിലും കോഴിക്കോട്ടുമായി പ്രാധാന്യമുള്ള വാർത്തയാണ്. സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് റിയാദിലെ കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. റഹീമിന്റെ മോചനം നേരത്തെ സാധ്യമാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. കാരണം കുടുംബം ആവശ്യപ്പെട്ട, കൊല്ലപ്പെട്ട സൗദിയിലെ ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട ദിയാധനം നൽകിയിരുന്നു. അപ്പോൾ വേഗത്തിൽ തന്നെ റഹീമിന്റെ മോചനം സാധ്യമാകും, റഹീം വേഗത്തിൽ തന്നെ കേരളത്തിലേക്ക് എത്തുമെന്നായിരുന്നു സന്നദ്ധ സംഘടനകളും പ്രവർത്തകരും എല്ലാം തന്നെ, ഒപ്പം തന്നെ മലയാളികളെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുകയാണ്. ഈ കേസ് കോടതി പരിഗണിക്കുന്നു, അതിൽ വാദം നടക്കുന്നു. പ്രധാനമായും ഈ കുടുംബം ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ പരാതി പിൻവലിച്ചെങ്കിലും പ്രോസിക്യൂഷൻ നടപടികൾ പൂർത്തിയാകുന്നതിലെ കാലതാമസമാണ് ഈ റഹീമിന്റെ മോചനം വൈകുന്നതിന് കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ആ കേസ് കോടതി പരിഗണിക്കുന്നുണ്ട്. ഏതാണ്ട് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഈ കേസ് പരിഗണിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അനുകൂല വിധി ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി നമ്മൾ പ്രതീക്ഷിക്കണം.